കർത്താവേ നിൻ തനയരിതാ നിന്തിരു സന്നിധി അണയുന്നു. ആയിരം ആയിരം അക്ഷികളെ പുതിയ ദിനത്തിൻ പൂകിരണം കാണാതൊട്ടു നിരാശയിൽ മങ്ങിയടഞ്ഞു മറഞ്ഞല്ലോ. പുതുവർഷത്തിൻ പാതകളിൽ പാപികൾ ഞങ്ങളിറങ്ങുന്നു. വിലകളിൽ വീഴാതഖിലേശ കൈകൾ പിടിച്ചു നടത്തണമേ. കരളിൽ നിരാശ നിറയ്ക്കരുതേ, കൃപയുടെ വാതിലടയ്ക്കരുതേ. കാക്കും കൈകൾ അണയ്ക്കരുതേ, കരുണ വെടിഞ്ഞു വിധിക്കരുതേ. കണ്ണുകൾ നിന്നിലുറപ്പിച്ച് ദിനകൃത്യങ്ങൾ തുടങ്ങുന്നേ. വീഴാതിന്നെ നയിക്കണമേ, വിജയാനുഗ്രഹമേകണമേ. നാഥാനിൻ സുവിശേഷത്തിൻ പാരവിടുങ്ങിയ പാതകളിൽ സിദ്ധന്മാരുടെ കാൽപ്പാടിൽ തെറ്റാതെന്നെ നയിക്കണമേ. ദൈവപിതാവിൻ സൗഹൃദവും സുതനുടെ കൃപയും അനുഗ്രഹവും ദൈവാത്മാവിൻ പ്രീതിയുമൻ വഴിയിൽ വിശുദ്ധി വിളിക്കട്ടെ. നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ പുതിയ വർഷത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പുതിയ വർഷത്തെ സ്വാഗതം ചെയ്യുക. ദൈവം നമ്മൾക്ക് പുതിയ വർഷത്തിലേക്ക് പ്രവേശനം നൽകിയതിനെ സ്മരിച്ചുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവമേ, എല്ലാറ്റിനെയും പരിപാലിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കീർത്തനങ്ങൾ പാടിക്കൊണ്ട് നമ്മുടെ കർത്താവും ദൈവവുമായ അവിടുത്തെ തിരുമുമ്പിൽ പ്രവേശിക്കുവിൻ. സ്തോത്രങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ പടിവാതിലുകൾ കടക്കുവിൻ. കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്കണത്തിലേക്ക് പ്രവേശിക്കുവിൻ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ നാമം പ്രകീർത്തിക്കുവിൻ. കർത്താവിന്റെ വിശുദ്ധ ഭവനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിന്റെ അത്ഭുത കൃത്യങ്ങളെ കുറിച്ച് അവിടുത്തെ സ്തുതിക്കുവിൻ. ഇണകളാലും കിണരങ്ങളാലും കർത്താവിനെ സ്തുതിക്കുവിൻ. കർണാനന്ദകരമായ കൈത്താളങ്ങളാൽ കർത്താവിനെ സ്തുതിക്കുവിൻ. സർവ്വജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കുവിൻ. പുതിയ വർഷത്തിന്റെ ദിവസങ്ങളിൽ ദൈവമാണ് നമ്മുടെ ആശ്രയം. ദൈവം നമ്മോട് കൂടിയുണ്ട്. ദൈവം എന്നെ കാത്തുകൊള്ളും. ആ പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത്. ആകാശപ്പറവുകളെ പോറ്റുകയും വയലിലെ പുഷ്പങ്ങളെ അലങ്കരിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനും സ്നേഹസമ്പന്നനുമായ ദൈവമേ, പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും അങ്ങ് ഞങ്ങളുടെ ആശ്രയമായിരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും എന്റെ നാഥൻ അങ്ങ് തന്നെ ആകുന്നുവെന്ന് കർത്താവിനോട് ഞാൻ ഏറ്റുപറഞ്ഞു. എന്റെ അവകാശവും പാനപാത്രവും കർത്താവാകുന്നു. എന്റെ അവകാശം തിരിച്ചു തരുന്നതും അവിടുന്ന് തന്നെയാകുന്നു. കർത്താവിനെ ആശ്രയിക്കുന്നവർ ഒരു കാലത്തും പേടിക്കില്ല. മലകൾ ഓർസത്തെ എന്ന പോലെ കർത്താവ് തന്റെ ജനത്തെ വലയം ചെയ്ത് രക്ഷിക്കുന്നു. എന്റെ ആശ്രയവും സങ്കേതവും അങ്ങാകുന്നുവെന്ന് കർത്താവിനോട് പറയുക. ദുഷ്ടന്മാരുടെ കണ്ണിയിൽ നിന്ന് വ്യക്തമായ സംഭാഷണത്തിൽ നിന്ന് അവിടുന്ന് നിന്നെ രക്ഷിക്കും. തന്റെ തുവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. തന്റെ ചിറകുകളുടെ കീഴിൽ അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും. നിന്റെ
സങ്കേതം കർത്താവാകുന്നു, അത്യുന്നതൻ നിന്റെ കോട്ടയാകുന്നു. നിനക്ക് യാതൊരു തിന്മയും വരികയില്ല, ബാധകൾ നിന്റെ കൂടാരത്തെ ഉപദ്രവിക്കുകയില്ല. വഴികൾ നിന്നെ സംരക്ഷിക്കുവാൻ അവിടുന്ന് മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലുകളെ തട്ടാതെ കരങ്ങളിൽ നിന്നെ അവർ വഹിച്ചുകൊള്ളും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പുതിയ വർഷത്തിൽ ദൈവപ്രമാണങ്ങൾ അനുസരിച്ചാണ് ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്. അതൊരനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ വചനവും പ്രമാണങ്ങളും ഒക്കെ നമ്മുടെ പാദങ്ങൾക്ക് വിളക്കാണെന്ന് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. അക്ഷയമായ മഹത്വത്തിൻ്റെ ആസ്ഥാനമായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ പുതുവത്സരത്തിൽ അങ്ങയുടെ പ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധമായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സത്യമായ ജീവൻ കൈവശമാക്കുവാൻ വേണ്ടി സൽക്കർമ്മങ്ങളിൽ സമ്പന്നരാകുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അങ്ങേ പ്രമാണത്തിന്റെ വൈശിഷ്ട്യം കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. ഭൂമിയിൽ ഞാനൊരു യാത്രക്കാരനാകുന്നു, അങ്ങേ കൽപ്പനയിൽ നിന്ന് മറച്ചുവെക്കരുതേ. അങ്ങേ പ്രമാണങ്ങളെയെല്ലാം ഞാൻ അത്യധികം സ്നേഹിച്ചു. അങ്ങേ നിയമങ്ങൾ എനിക്ക് മധുരമാകുന്നു, അവ എൻ്റെ ഉപദേഷ്ടാക്കളുമാകുന്നു. അങ്ങേ പ്രമാണങ്ങൾ അനുസരിക്കുവാൻ എൻ്റെ മാർഗങ്ങൾ ക്രമപ്പെടുത്തണമേ. അങ്ങേ കൽപ്പന പ്രകാരം ജീവിച്ചാൽ ഞാൻ ഒരിക്കലും നിരാശനാവുകയില്ല. കർത്താവേ, വാഴ്ത്തപ്പെട്ടവനാകുന്നു. അങ്ങ് കൽപ്പനകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങേ നീതിവിധികളെല്ലാം ഞാൻ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. സർവ്വസമ്പത്തിലും ഉപരിയായി അങ്ങേ നിയമത്തെ ഞാൻ സ്നേഹിച്ചു. അങ്ങേ കൽപ്പനകളെ പറ്റി ധ്യാനിക്കുകയും അങ്ങേ മാർഗങ്ങളെ പറ്റി ചിന്തിക്കുകയും അങ്ങേ പ്രമാണങ്ങൾ ഞാൻ ആനന്ദിക്കും. അങ്ങേ വാക്കുകൾ ഞാൻ വിസ്മരിക്കുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പുതിയ വർഷം കാണാൻ ഇടയാതിനെ കുറിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ സൃഷ്ടികളെ എല്ലാം ക്ഷണിക്കുകയാണ്. സൃഷ്ടികളെല്ലാം ദൈവത്തിൻ്റെ മഹത്വമാണ്. അതിലേറ്റവും മഹോന്നത സൃഷ്ടിയാണ് ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. അപ്പോൾ ഈ പ്രപഞ്ചത്തിനെല്ലാം വേണ്ടി ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും മനുഷ്യൻ്റെ കടമയും ദൗത്യവുമുണ്ട്. അയാളുടെ കർത്താവായ ദൈവമേ, അനന്തോഗ്രാഹ്യമായ ഈ കാരുണ്യത്തെ ഓർത്ത് സൃഷ്ടികളെല്ലാം അങ്ങേ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കടപ്പെട്ടിരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അവനീ പതിയാം അഖിലേശ്വരനെ
മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ശിഹായുടെ വിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ടുപോയാൽ ഉപ്പിനെങ്ങനെ വീണ്ടും ഉറ കിട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. മിശിഹായെ സ്നേഹമുള്ള സഹോദരങ്ങളെ, ആദ്യമായി പുതിയ വർഷത്തിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ആശംസിക്കുകയാണ്. 2022 നമ്മൾ പ്രവേശിച്ചു. എന്നേക്കുമായി 2021 നമ്മൾ വിട പറഞ്ഞിരിക്കുന്നു. ഈ 2021 ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ജീവിക്കുന്നത് ഇനി 365 ദിവസങ്ങൾ ജീവിക്കുന്നത് 2022 എന്ന സംവത്സരത്തിൽ അതിലെ ദിവസങ്ങളിലൂടെയാണ്. മനുഷ്യൻ്റെ ജീവിതം ഓരോ ദിവസവുമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട്. ദൈവത്തിന് സമയമില്ലെന്നാണ് പറയുന്നത്. എന്നാൽ നമുക്ക് സമയമുണ്ട്. നമ്മൾ ജീവിക്കുന്ന നിമിഷങ്ങളാണ് നമ്മുടെ സമയം. ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ദൗത്യങ്ങൾ, കടമകൾ, ജോലി, പഠനം ഇതെല്ലാം ചെയ്തുകൊണ്ട് ഉറക്കം നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ഭാഗം ഉറക്കമായിട്ട് പോവുകയാണ്. 24 മണിക്കൂറിൽ 8 മണിക്കൂറാണ് ഉറക്കം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും സുബോധത്തോടെയുള്ള നിമിഷങ്ങളിൽ ലോകത്തിൻ്റെ പ്രകാശമായിട്ട് വ്യാപരിക്കുക എന്നുള്ളതാണ്. ഉറങ്ങുമ്പോൾ നമ്മൾ അത് അറിയുന്നില്ല. ഉണർന്നിരിക്കുമ്പോൾ ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഒരു വർഷം കഴിഞ്ഞ് പുതിയ വർഷത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ തിരുത്തലുകളുണ്ട്. ഓരോ മനുഷ്യ വ്യക്തിയെയും വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ട്, പരിതോവസ്ഥകളുണ്ട്, ഭയപ്പാടുകളുണ്ട്. സുവിശേഷത്തിൽ നമ്മൾ പറയാറുണ്ട്, സമാധാനം നിന്നോട് കൂടെ. യേശുവാണ് നമ്മുടെ സമാധാനം. അപ്പോൾ യേശുവിൽ ആശ്രയിച്ചുകൊണ്ട് ഹൃദയവും നമ്മുടെ ചിന്തകളും വിശ്വാസവും സമർപ്പണവും ഒക്കെ യേശുവിന് ചെയ്തു കൊടുത്തുകൊണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മൾ നടന്നു നീങ്ങുമ്പോൾ നമ്മൾ അനുഗ്രഹീതരാകും. നമ്മുടെ ജീവിതത്തിലെ ആകാംക്ഷകളും ഉത്കണ്ഠകളും ചിന്തകളും ഒക്കെ ദൈവത്തിന് മുമ്പിൽ, യേശുവിൻ്റെ മുന്നിൽ, ദൈവമായ യേശുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, ആകാംക്ഷയില്ലാതെ ജീവിക്കുക. അതാണ് യേശു ചോദിക്കുന്നത്. നീ ആകാംക്ഷയോടെ ജീവിച്ചതുകൊണ്ട്, ഓരോ പ്രശ്നങ്ങളെ പറ്റിയും ചിന്തിച്ച് തല ഉണ്ടാക്കിയതുകൊണ്ട്, ഹൃദയത്തിൽ മനസ്സിലുമൊക്കെ ആദി കയറിയതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈശോ സുവിശേഷത്തിൽ ചോദിക്കുകയാണ്, ആകാശത്തിലെ പറവകൾ അവയെ ദൈവം പോറ്റുന്നു, മനോഹരമായ ലില്ലിപുഷ്പങ്ങൾ അവയ്ക്കെന്തെങ്കിലും കുറവുണ്ടോ? അപ്പോൾ ദൈവത്തിൻ്റെ അത്യുദാത്ത സൃഷ്ടിയായ മനുഷ്യൻ, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് അവന് സന്മനസ്സുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ശാരീരികവും ഭൗതികവും ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള നന്മകൾ ദൈവം നൽകും. ആ പ്രതീക്ഷയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതോടൊപ്പം ഓരോ ദിവസം നമ്മൾ ചെയ്യേണ്ട കടമകൾ, ഉത്തരവാദിത്വങ്ങളെല്ലാം നമ്മൾ നിർവഹിക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് പറയുന്നത്, താൻ പാതി ദൈവം പാതി എന്ന്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കണം. രണ്ടാമതായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ടാണ് പോകേണ്ടത്. ജീവിതത്തിനെ നന്മയുടെ വഴികളിലൂടെ നയിക്കേണ്ട ബാധ്യതയും കടമയും നമുക്കുണ്ട്. ആസക്തികൾ നമ്മുടെ ജീവിതത്തെ തകർക്കുന്നതാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെയും മനസ്സിനെയും ആരോഗ്യത്തെയും തകർക്കുന്ന ആസക്തികൾ, മദ്യപാനം, മയക്കുമരുന്ന്,
അതുപോലെ തെറ്റായിട്ടുള്ള സാഹചര്യങ്ങൾ, ലൈംഗികതയുടെ ദുർവിനിയോഗം, ലൈംഗിക ആസക്തി, അപ്പോൾ ഓരോന്നിനെയും ക്രമീകരിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത്. നമ്മുടെ ജീവിതം നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. എന്നാലേ ലോകത്തിൻ്റെ ഉപ്പായിട്ട് വ്യാപരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഇന്നത്തെ പ്രാർത്ഥനയിൽ വചനബദ്ധമായിട്ട് നമ്മൾ ജീവിക്കണമെന്നാണ്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ പാദങ്ങൾക്ക് വിളക്ക്. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾ, സഭയുടെ പഠനങ്ങൾ, തിരുസഭയുടെ കൽപ്പനകൾ, ഇതൊക്കെ ജീവിതത്തിൽ ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാർത്ഥന എന്നുള്ളത്. ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഒരു കാലത്തും ഭയപ്പെടുകയില്ല. ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ചിന്തയാണ് അവനെ ശക്തിപ്പെടുത്തേണ്ടതും ശക്തിപ്പെടുത്തുന്നതും. അങ്ങനെയാണ് ജീവിതം നയിക്കേണ്ടത്. അതുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒന്നാമതായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പോകുക. രണ്ടാമതായിട്ട് പഴയ മാറാപ്പുകൾ നമ്മുടെ ഹൃദയത്തിൽ മനസ്സിലൊക്കെ വെച്ചുകൊണ്ട് വേദനിക്കാതെ ദൈവസന്നിധിയിൽ നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് പുതിയൊരു വർഷത്തിലേക്ക് സന്തോഷത്തോടും പ്രസന്നതയോടും കൂടി പ്രവേശിക്കുക എന്നുള്ളത് സുപ്രധാനമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആനന്ദമുണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും, ദൈവകൃപയുണ്ടാകും. മൂന്നാമതായിട്ട് ഈശോ എന്ന നാമം ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതിനെ പറ്റിയുള്ള ബൈബിൾ വായനയുള്ള ദിവസമാണ്. ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുകയാണ്. രണ്ട് ദിവ്യരായ മനുഷ്യര് ശിമയോനും ഹന്നായും രക്ഷകനായ യേശുവിനെ കാണുവാനും അങ്ങനെ ജീവിത സൗഭാഗ്യം നേടുവാനും നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്നവരാണ്. ശിമയോന്റെ മനസ്സിൽ രക്ഷകനെ കണ്ടതിന് ശേഷം മരിക്കുകയുള്ളൂ എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മാനവരക്ഷയ്ക്കായിട്ട് ലോകത്തിലേക്ക് അവതരിച്ച യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ ഇതിനെല്ലാം സാക്ഷിയായ നന്മ നിറഞ്ഞ ശിമയോനും ഹന്നായും ലൂക്കാസ് സുവിശേഷൻ അവരെ പറ്റി വിശദീകരിക്കുന്നുണ്ട്. ഈശോയ്ക്ക് കൊടുത്ത നാമം എന്താണ്? ഈശോ എന്ന നാമം കൊടുത്തു. ഈശോ എന്ന നാമം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാമമാണ്. മനുഷ്യരക്ഷയ്ക്കായിട്ട് ഈശോ എന്ന നാമമല്ലാതെ മറ്റൊരു നാമം ആകാശത്തിനും ഭൂമിയിലും ഇടയ്ക്ക് നൽകപ്പെട്ടിട്ടില്ല എന്നാണ് പത്രോസ് പ്രസംഗിച്ചത്. അതുകൊണ്ട് ഈശോയുടെ നാമം രക്ഷാകരമാണ്. ഈശോയുടെ നാമം നമ്മൾ ഏറ്റുപറയണം. മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. ഈശോയെ പാപിയായി കനിയണമേ. അത് ജീസസ് പ്രയറാണ്. കാഴ്ചയില്ലാത്ത അന്ധൻ യേശുവിനെ വിളിച്ച് നിലവിളിച്ചപ്പോൾ അവൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവന് കാഴ്ച വേണമെന്ന് പറഞ്ഞവന് കാഴ്ച നൽകി അനുഗ്രഹിച്ചു. അപ്പോൾ യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക. ഈ പൗരസ്ത്യ പ്രാർത്ഥനയിൽ കണ്ണുമടച്ച് ഈശോ എന്ന നാമം ചെല്ലുന്നത് ഒരു പ്രാർത്ഥനാ രീതിയാണ്. നമുക്ക് ആശ്വാസം ലഭിക്കും. അതുപോലെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയാണ് നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന യേശുവിൻ്റെ സന്നിധിയിൽ യേശുവേ ദൈവപുത്ര എന്നിൽ കനിയണമേ എന്ന് ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും ഒക്കെ ഒരു 100 പ്രാവശ്യം എല്ലാ ദിവസവും ചൊല്ലുന്നത് അനുഗ്രഹദായകമാണ്. ഈശോ നമ്മെ അനുഗ്രഹിക്കും. പുതുവർഷത്തിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു. നന്മയുടെയും ദൈവം കാണിച്ചു തരുന്ന നന്മയുടെ വഴിയിലൂടെ നമ്മളെ നയിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളോടുകൂടി പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായപ്പെട്ടു ഞങ്ങളോടുകൂടി വസിക്കുവാൻ ആശ്വാസപ്രദനെ അയച്ചു തരുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ, പുതുവത്സരത്തിന് വഴികളിൽ അപകടം കൂടാതെ ഞങ്ങളെ നയിക്കുവാനും അങ്ങനെ പ്രമാണങ്ങൾ യഥാകാലം ഞങ്ങളെ അനുസ്മരിപ്പിക്കുവാനും ഞങ്ങളുടെ കർത്തവ്യങ്ങളുടെ ഗൗരവം ഞങ്ങളെ ഗ്രഹിപ്പിക്കാനുമായി ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും പരിശുദ്ധാത്മാവേ വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും
പരിശുദ്ധമാകുന്നു, അങ്ങേ ആലയം പരിശുദ്ധമാകുന്നു, അങ്ങേ ആരാധിക്കുന്ന സ്വർഗവാസികൾ പരിശുദ്ധരാകുന്നു. ഞങ്ങളുടെ ഹൃദയമാകുന്ന ദേവാലയത്തെ അങ്ങ് പൗത്രീകരിക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷിയെ നിർമ്മലമാക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കണമേ. ദുഃഖത്തിലും സന്തോഷത്തിലും ദാരിദ്ര്യത്തിലും സമൃദ്ധിയിലും രോഗത്തിലും ആരോഗ്യത്തിലും തുല്യമായി അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും അങ്ങ് ഞങ്ങളുടെ സങ്കേതമായിരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ പുതിയ വത്സരത്തിൽ അങ്ങയുടെ അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മാർ യോസഫിൻ്റെയും വിശുദ്ധ സ്ത്രീഹന്മാരുടെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും രക്തസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും സുഹൃത്തുക്കളെ പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തുണയും സങ്കേതവും ദുഷ്ടസൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ ആനയിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, പീഡ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും രോഗികൾക്ക് സുഖം നൽകുകയും ദരിദ്രരെ സംരക്ഷിക്കുകയും ചെയ്യണമേ. പാപികൾക്ക് പശ്ചാത്താപവും മരിച്ചവർക്ക് സ്വർഗസൗഭാഗ്യവും നീതിമാന്മാർക്ക് സന്തോഷവും പ്രദാനം ചെയ്യണമേ. ഈ പുതിയ വത്സരത്തിലേക്ക് പ്രവേശിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഞങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.